അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. പാചകം ചെയ്യുന്ന എല്ലാവർക്കും ഏറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഉമ്മാൻ്റെ ഏറ്റവും വലിയ ടെൻഷനാണ് ഉപ്പാക്കോ ഉസ്താദുമാരെ ചെലവിനോ എന്തെങ്കിലും ഫംഗ്ഷനോ ഭക്ഷണം വെക്കുമ്പോൾ മുടി കിട്ടുമോ എന്നുള്ളത്. ഉപ്പാക്ക് എങ്ങാനും മുടി കിട്ടിയാലുണ്ടല്ലോ പിന്നെ ആ ഭക്ഷണം വേണോ വേണ്ടയോ വെച്ചാണ് കഴിക്കാറ്. ചിലപ്പോൾ കഴിക്കാറുമില്ല. ഇക്കാക്കാക്ക് പിന്നെ കുഴപ്പമില്ല കേട്ടോ, ഓനാ മുടി മാറ്റി വെച്ചിട്ട് കഴിച്ചോളൂ. ഇപ്പൊ ഞങ്ങള് ഈ സൂറത്ത് ഓതിയിട്ട് ഭക്ഷണത്തിൽ ഓതും. അതിനുശേഷം ഇതുവരെ ഒരു മുടി പോലും കിട്ടിയിട്ടില്ല. അൽഹംദുലില്ലാ. എൻ്റെ ഉമ്മാനെ പോലെ ടെൻഷൻ അടിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും ഏതാണ് ആ സൂറത്ത് എന്ന്. ഞാൻ പറഞ്ഞു തരാട്ടോ. സൂറത്ത് ഖുറൈശ്. ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്. ഈ ചെറിയ സൂറത്തിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് 106ാമത്തെ സൂറത്താണ് കേട്ടോ. ഈ കുഞ്ഞു സൂറത്ത് ഓതിയാൽ കിട്ടുന്ന മറ്റു 5 നേട്ടങ്ങളെ കുറിച്ച് കൂടി ഞാൻ പറഞ്ഞു തരാട്ടോ. അതിലൊന്നാമത്തെ നേട്ടം, ഭക്ഷണത്തിൽ വിശാലതയും ബറക്കത്തും ലഭിക്കാൻ ഈ സൂറത്ത് സുബഹി നമസ്കാരത്തിന് മുമ്പോ അടുപ്പ് കത്തിക്കുമ്പോഴോ ചൊല്ലണം കേട്ടോ. അതുകൊണ്ടാണ് വീടിരിക്കുന്ന സമയത്ത് പാല് കാച്ചുമ്പോൾ ഈ സൂറത്ത് എല്ലാവരും പതിവാക്കുന്നത്. ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല കേട്ടോ. ഇനി രണ്ടാമത്തെ നേട്ടം, ഈ സൂറത്ത് ഭക്ഷണത്തിൽ ഓതിയാൽ അതിലെ എല്ലാ വിഷാംശങ്ങളും നീക്കപ്പെടും. അപ്പൊ നമുക്ക് ഫുഡ് പോയ്സൺ പേടിക്കണ്ടല്ലോ. ഇനി മൂന്നാമത്തെ നേട്ടം, ആരെങ്കിലും ഈ സൂറത്ത് ഓതിയാൽ അയാൾ 10 തവാഫും 10 എഴുതികാഫും ചെയ്തതിന് തുല്യമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ലോ, നമ്മുടെ മുത്തുനബി മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇനി നാലാമത്തെ നേട്ടം, ഹൃദയ സംബന്ധമായ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും മരുന്നിനോടൊപ്പം ഈ സൂറത്ത് ഓതിയ വെള്ളം കൂടി കുടിച്ചു നോക്കൂട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാം ഭേദാകും. ഇനി അഞ്ചാമത്തെ നേട്ടം, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള നേട്ടമായിരിക്കും. ഈ സൂറത്ത് ഓതിയ വെള്ളം കുടിച്ചാൽ അത് വെയിറ്റ് ലോസിന് സഹായിക്കും, തടി കുറയ്ക്കാൻ സഹായിക്കും. ഈ സൂറത്ത് കാണാതെ അറിയാത്ത ഉമ്മമാർ തീർച്ചയായും ഒരു പേപ്പറിൽ എഴുതി അടുക്കളയുടെ ചുമരിൽ ഒട്ടിച്ച് വെക്കണം കേട്ടോ. ഏറെ ഉപകാരപ്പെടും. ഈ സൂറത്ത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും മനഃപ്പാടമാക്കാനും ഫർള് നമസ്കാരത്തിൽ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊരു കുഞ്ഞു സൂറത്തല്ലേ, പെട്ടെന്ന് പഠിയൂട്ടോ. എല്ലാ ഉമ്മമാർക്കും ഇനി സമാധാനമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാട്ടോ. ഞാൻ പോവാണ്. ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.